ഇടുക്കി വട്ടവടയിൽ വാഹനക്കുരുക്കിൽപ്പെട്ട യുവാവ് മരിച്ചു. വട്ടവട കോവിലൂർ സ്വദേശിയായ മാരിസ്വാമിയാണ് മരിച്ചത്. ഞായറാഴ്ച വീട്ടിൽ രക്തം ഛർദ്ദിച്ച് അവശനിലയിൽ കണ്ടെത്തിയ മാരിസ്വാമിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് ചികിത്സ ലഭിക്കാതെ മരിക്കുകയായിരുന്നു. നിലവിൽ മൂന്നാറിലെ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് മരിച്ചത് 2 പേരാണ്. ബിനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു. ഇപ്പോഴത്തെ ഈ മരണവാർത്തയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിനേഷ്, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണെന്ന് പറയാം. കാരണം ഞായറാഴ്ച ഈ മാരിസ്വാമി വീട്ടിൽ അവശനിലയിൽ രക്തം ഛർദ്ദിച്ച് കിടക്കുന്ന മാരിസ്വാമിയെ നാട്ടുകാരെല്ലാം തന്നെയാണ് വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ മൂന്നാറിലേക്ക് പോകുന്നത്. ഈ മൂന്നാറിലേക്ക് പോകും വഴിയാണ് വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കിലകപ്പെട്ട് മാരിസ്വാമി ഈ പാതി വഴിയിൽ തന്നെ മരിക്കുന്ന ഒരു വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മൂന്നാർ ടൗണിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാകുന്നത്. ഇത് കാലകാലങ്ങളായി മൂന്നാർ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയും ബന്ധപ്പെട്ട അധികാരികളോ ജില്ലാ ടൂറിസം വകുപ്പോ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം എല്ലാ ഗതാഗതക്കുരുക്കിലും ഇത് തന്നെയാണ് സ്ഥിതിവിശേഷം. ഇപ്പോൾ ഈ മാരിസ്വാമിയുടെ മരണം കൂടിയായിട്ട് ഇതോടെ 2 മരണമാണ് ഗതാഗതക്കുരുക്കിൽ പൊലിഞ്ഞതെന്ന് വേണം പറയാൻ. മുൻപ് ദേവികുളം ബ്ലോക്ക് പ്രസിഡന്റ് ഇതേപോലെ നെഞ്ചുവേദനയെ തുടർന്ന് ഈ രാജമല ഗതാഗതക്കുരുക്കിൽ ആശുപത്രി വരും വഴി തന്നെ രാജമലയിലെ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് മരണമടഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിൽ ജനപ്രതിനിധികളും ഇടപെട്ട് ഇനി ഗതാഗതക്കുരുക്ക് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതുവരെയും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്ക് മൂന്നാറിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആശുപത്രികളിലേക്കോ പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഗതാഗതക്കുരുക്കിലകപ്പെട്ട് ഈ മരണം വരെ സംഭവിക്കുന്ന അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഈ ട്രാഫിക് കമ്മിറ്റികൾ പല തവണ കൂടിയിട്ടുണ്ടെങ്കിലും അതിനുള്ള ആ നടപടികൾ തന്നെ എല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വട്ടവട സ്വദേശിയായ മാരിസ്വാമി മരിക്കാൻ ഇടയായത് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാലകാലങ്ങളായി തുടരുന്ന ഈ ഗതാഗതക്കുരുക്കിന് കാരണം എന്ന് പറയുന്നത് മൂന്നാർ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള സഞ്ചാരികൾ എത്തുന്നു. അതോടൊപ്പം തന്നെ അനധികൃത പാർക്കിംഗ്, ചെറിയ റോഡുകളാണ്. പലപ്പോഴും മാട്ടുപ്പെട്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ 2 വലിയ ബസ്സുകൾ പോയാൽ തന്നെ മാട്ടുപ്പെട്ടി ഡാമിന് മുകളിലുള്ള പാലത്തിൽ കുരുങ്ങുന്നു. പിന്നീട് മണിക്കൂറുകൾ, 1 മണിക്കൂറിൽ പോകേണ്ട സ്ഥലത്ത് പലപ്പോഴും 5 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ വാഹനത്തിൽ ഇരിക്കേണ്ട അവസ്ഥ സഞ്ചാരികൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം പലപ്പോഴും ആഹാരം പോലും ലഭിക്കാതെ കുഞ്ഞുങ്ങളടക്കം വാഹനത്തിൽ ഇരിക്കുന്ന ഒരു പല കാഴ്ചകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെയും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ജീവൻ കൂടെ പൊലിയാൻ കാരണമായിട്ടുള്ളത്. ഏതായാലും ഇതിൽ ഒരു അടിയന്തര ഇടപെടൽ ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാരോ ഇതിനുള്ളൊരു നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സ്ഥിതിയുണ്ട്. ഇനിയും ഈ വരുന്ന ന്യൂ ഇയർ അനുബന്ധിച്ച് നിരവധി സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. ഹോട്ടൽ മുറികളെല്ലാം തന്നെ ഏകദേശം ഫുള്ളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിരവധി സഞ്ചാരികൾ പ്രദേശം തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു പോകുമ്പഴി അല്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നിരിക്കുന്നത്. ദിനേഷ്, ബഹുമാനപ്പെട്ട MLA രാജ ചേരുന്നു. ഈ കുരുക്ക് ഇനിയും തുടരാനുള്ളൊരു സാധ്യത നിലനിൽക്കെ എന്താണ് ഇതിനൊരു പരിഹാരം? ആയതുകൊണ്ട് തുടർച്ചയായിട്ട് നല്ല തിരക്കാണ്. മൂന്നാർ കൊള്ളാവുന്നതിനേക്കാൾ 3 ഇരട്ടി ആളുകൾ ഇവിടം സന്ദർശിക്കുന്നുണ്ട്. നിലവിൽ നേരത്തെ ഉള്ളതിനേക്കാൾ റോഡുകളൊക്കെ മെച്ചമായി. എന്നാൽ പോലും നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളുടെ കുറവുണ്ട്. പിന്നെ റോഡിന്റെ വൈഡനിങ്ങിന്റെ ആവശ്യമുണ്ട്. മൂന്നാർ ടൗണിൽ മാത്രമല്ല ഈ ഗതാഗത കുരുക്കുണ്ടാകുന്നത് ഈ ടൗണ് കടന്നു പോയാലും ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും. ഇന്നലെ ഒരു വട്ടവടയിൽ നിന്നുള്ളൊരു പേഷ്യന്റ് വരുന്ന വഴിക്ക് മരിച്ചെന്ന് പറഞ്ഞാലും ആ വട്ടവട കഴിഞ്ഞിട്ടില്ല. ടോപ്പ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ മരിച്ചു എന്നാണ് ഇവിടെ ഡോക്ടർമാർ ഇന്നലെ പറഞ്ഞത്. അപ്പോ നിലവിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ ആളുകൾ ഇവിടം എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ റോഡ് വൈഡനിങ്ങും അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിൽ മൂന്നാറിലെ അല്പം മഞ്ഞ് വീഴ്ചയും അവിടുത്തെ മലനിരകളും കാണാൻ വേണ്ടി വരാമെന്ന് വിചാരിക്കുന്നവർ ഇപ്പോൾ വരുന്നത് ഉചിതമല്ല എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം?
ഒന്നാമത് ആള് കൂടുതലാണ്, ഇപ്പൊ കൂടുതലാണ്. തുടർച്ചയായിട്ട് ഇപ്പൊ 2 ആഴ്ച അവധി കിട്ടിയോടുകൂടി ഇത്തവണ ഒന്ന് കാലവർഷം നേരത്തെയാണ്. അതിശൈത്യം സാധാരണ ജനുവരി മാസങ്ങളിലാണ് മൈനസിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത്തവണ ഡിസംബറിൽ തന്നെ മൈനസിൽ എത്തിയതോടുകൂടി ആളുകൾ നേരത്തെ മുതൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ ഗതാഗത കുരുക്ക്, ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, ഒരാൾക്കും ഒരു സ്ഥലത്തും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഇടയ്ക്ക് മറ്റാളുകളും കൂടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുവാണെങ്കിൽ അതനുസരിച്ചുള്ള ബ്ലോക്ക് വീണ്ടും കൂടുകയുള്ളൂ. അതെ, മൂന്നാറിനെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന 2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുകൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായാൽ ചികിത്സ പോലും കിട്ടാത്ത രീതിയിൽ മണിക്കൂറുകളോളം വാഹനത്തിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് അവിടെ നിന്ന് MLA അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത്. ബിനീഷ് ആന്റണിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.